Hi students, welcome back to maths class. Today's first question is, in a right triangle, the two smaller angles are in the ratio 1:4. Compute these angles. Okay. In a right triangle, the two smaller angles are in the ratio 1:4. Compute these angles. ഇപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ട്. എന്താണ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? നമ്മളിതിൻ്റെ ഏരിയ കാണാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ആംഗിൾ എന്താവും? 90 ഡിഗ്രി ആവും. ബാക്കി രണ്ട് ആംഗിൾസിൻ്റെ സം എന്താണ്? 90. അപ്പോൾ നമുക്ക് പറയാം, സം ഓഫ് ടു സ്മോളർ ആംഗിൾസ് എന്തായിരിക്കും? 90 ഡിഗ്രി. കാരണം ഇതിലെ ഏറ്റവും വലിയ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 90 കിട്ടുക. എന്താ കാരണം? ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസുകളുടെ സം എന്ന് പറയുമ്പോൾ മാക്സിമം എത്രയാണ്? 180 ആണ്. ഇത് 90 ആയാൽ ബാക്കി ഇത് രണ്ടും കൂടെയാണ് എന്ത് വരുള്ളൂ? 90 വരും. അപ്പോൾ സ്മോളർ ആംഗിൾസിൻ്റെ സമ്മ് 90. ഇനി ആംഗിൾസിൻ്റെ റേഷ്യോ 1:4. റേഷ്യോ 1:4. ഇനി ആംഗിൾസ് നമ്മൾ 1ഉം 4ഉം ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലോ? 1ഉം 4ഉം ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എന്താ വരിക? 5 വരിക അല്ലേ? 5 ആണെങ്കിൽ ഇത് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ 90ഉം 5ഉം തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണത് വരുന്നത്? 90ഉം 5ഉം 9ൽ എത്ര വരുന്നുണ്ട്? 1. 1 × 5 5 അല്ലേ? 1 × 5 5, ദെൻ 40. എത്ര വരിക? 80. 8 × 5 40. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 18 ടൈംസ് 5 ആണ് എന്ത്? 90. 18 ടൈംസ് 5 ആണ് 90. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1ഉം 4ഉം വെച്ചിട്ട് അതിൻ്റെ എന്തെടുത്താൽ മതി? 18 ടൈംസ് എടുത്താൽ മതി. അപ്പോൾ ഒന്നെന്താ? 18 ടൈംസ് 1 എന്ന് പറയുമ്പോൾ 18. അപ്പോൾ അതിൽ ഒരു ആംഗിൾ എന്ത് വരും? 18 ഡിഗ്രി. സെക്കൻഡോ? 18 ടൈംസ് 4 എത്രയാണത് വരിക? 18 ടൈംസ് 4 72 ഡിഗ്രി. ഓക്കെ. അപ്പോൾ അതാണ് ആംഗിൾസ് വരെ 18 ഡിഗ്രി 72 ഡിഗ്രി. അതിൽ ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസിൽ. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 cm ആൻഡ് ലെങ്ത്സ് ഓഫ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 1:2. ഡ്രോ 2 more rectangles of the same perimeter with lengths of sides in the ratio 2:3 and 3:7. Compute the areas of all 3 rectangles. ഏരിയ കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ റെക്റ്റാങ്കിൾ നിങ്ങളോട് വരക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ്? ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 30. പെരിമീറ്റർ 30 ആണെങ്കിൽ തേർട്ടി സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരക്കണമെങ്കിൽ എന്താ വേണ്ടത്? ലെങ്ത്തും വിഡ്ത്തും വേണം, അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും വേണം. അപ്പോൾ പെരിമീറ്റർ 30 ആണെങ്കിൽ ഈ രണ്ട് സൈഡ്സുകളുടെ സം എന്ത് കിട്ടും? 15 കിട്ടും അല്ലേ? അല്ലെങ്കിൽ ലെങ്ത്തും വിഡ്ത്തും, ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത് ഓർ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്തായിട്ട് എടുക്കാം? 15 സെൻറ്റിമീറ്റേഴ്സ്. രണ്ട് സൈഡുകളുടെ സമ്മ് 15 cm. Now you have given the ratio of the sides 1:2. സൈഡ്സുകളുടെ റേഷ്യോ 1:2 ആവണം. ഈ റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? 15 cm നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1:2 റേഷ്യോയിൽ 15, ഇതാണ് 15 ടോട്ടൽ അല്ലേ? എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇപ്പോൾ 1ഉം 2 ആണെങ്കിൽ ടോട്ടൽ എന്ത് വരും? 3 cm ആവും. ഈ 3 cm 15 തമ്മിൽ എന്താ ബന്ധം? 5 ടൈംസ് 3 15 ആണ് അല്ലേ? 5 ടൈംസ് 3 15 ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെടുക്കാം? 5 ടൈംസ് 1 5 ആയിട്ട് എടുക്കാം. അതേപോലെ 5 ടൈംസ് 2 എന്താണ്? 10 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 10 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആണ് റെക്റ്റാങ്കിളിൽ എന്തായിട്ട് വരിക? ലെങ്ത്ത് ബ്രെഡ്ത്ത്.
അപ്പോൾ ലെങ്ത്ത് വിഡ്ത്ത് 15 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ റെക്റ്റാങ്കിൾ വരക്കാം. ഇപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ കൊടുത്ത് പിന്നെ വിഡ്ത്ത് എന്ത് ചെയ്യാം 5 കൊടുത്തിട്ട് ഈ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെ വരും, ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം അല്ലേ, ഇങ്ങനെ വരക്കാം. ഇങ്ങനെ വരക്കുമ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്ററും ഇവിടെ എന്താണ് 5 സെൻറ്റിമീറ്ററും. അപ്പോൾ രണ്ട് രീതിയിലും റെക്റ്റാങ്കിൾ വരക്കാം. റെക്റ്റാങ്കിൾ വരക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സെറ്റ് സ്ക്വയർ യൂസ് ചെയ്താലും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് ഇവിടെ 90 ഡിഗ്രി ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. അത് കറക്റ്റ് മെഷർ എടുത്തിട്ട് നിങ്ങൾ വരക്കണം. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഡ്രോ 2 more rectangles of the same perimeter with the lengths of sides in the ratio 2:3 and 3:7. 2:3, 3:7 ഇതാണ് റേഷ്യോ. 2:3 ഉണ്ട് 3:7 ഉണ്ട് റേഷ്യോ. ഇനി പെരിമീറ്റർ എന്തെന്നായിരുന്നു 30. പെരിമീറ്റർ 30 ആണെങ്കിൽ സൈഡ്സുകളുടെ സം എന്താവണം 15 ആവണം. അപ്പോൾ ഈ 15 ആണ് 2:3ലും 3:7ലും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, 2ഉം 3ഉം ആണെങ്കിൽ ടോട്ടൽ എന്താ വരിക 5 വരിക. ഇത് തമ്മിൽ കണക്ട് ചെയ്താൽ എങ്ങനെ കിട്ടും, 3 times 5 ആണ് എന്ത് വരിക 15 വരിക. അപ്പോൾ ഓരോന്നിൻ്റെയും 3 times എടുത്താൽ പോരെ, എന്ത് വരും 3 times 2 6 ആവും. അതേപോലെ 3 times 3 9 ആവും. അപ്പോൾ 6 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് 15 എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ 6ഉം 9ഉം യൂസ് ചെയ്തിട്ട് ആ റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഏതാ 3:7. 3:7 പിന്നെ അതിൻ്റെ ഏരിയ ഒക്കെ കാണണം, അത് നിങ്ങൾക്ക് അറിയാലോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യാൻ. യെസ്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. നെക്സ്റ്റ് 3:7 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 3ഉം 7ഉം ആണെങ്കിൽ ടോട്ടൽ എന്താ വരിക 10. ഇനി 10ഉം 15ഉം ആണുള്ളത് അല്ലേ, 10ഉം 15ഉം അല്ല നമുക്ക് കിട്ടേണ്ടത്. 10 സെൻറ്റിമീറ്ററിന് എങ്ങനെ 15ഉമായിട്ട് കണക്ട് ചെയ്യാം, 10ൻ്റെ പകുതിയാണ് 5. അപ്പോൾ 10ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 15 കിട്ടും. അപ്പോൾ അതായത് നമുക്ക് പറയാം 1/2 ടൈംസ് 10 ആണ് എന്ത് വരുന്നത് 15 വരുന്നത്. 1/2 ടൈംസ് 10 ആണ് 15 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ 3ൻ്റെയും 7ൻ്റെയും എന്തെടുക്കാം 1/2 ടൈംസ് എടുക്കാം. അതായത് 1/2 ടൈംസ് 3, ദെൻ 1/2 ടൈംസ് എന്താണ് 7. ഇത് എത്ര വരിക 1/2 ടൈംസ് 3 എന്ന് പറയുമ്പോൾ 3 + 1.5 എത്ര കിട്ടുക 4.5. 3ഉം അതിൻ്റെ ഹാഫും. ഇനി ഇവിടെ 1/2 ടൈംസ് 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ 7ഉം 7ൻ്റെ ഹാഫ് എത്രയാ 3.5. അത് എത്ര കിട്ടും 10.5 സെൻറ്റിമീറ്റർ. ഇവിടെ 4.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ റെക്റ്റാങ്കിളിലെ സൈഡ്സ് എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ് 10.5, 10.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4.5 സെൻറ്റിമീറ്റർ. നോക്ക് 10 + 4 എന്താണ് 14 ആണ്. പിന്നെ 2 ഹാഫുകളും ഇല്ലേ, അപ്പോൾ 14 + 1 എന്ത് കിട്ടും, നമ്മൾ ഓൾറെഡി ഉള്ള 15 തന്നെ കിട്ടും. അപ്പോൾ ആ 3 റെക്റ്റാങ്കിൾസ് കറക്റ്റ് മെഷർ എടുത്ത് നിങ്ങൾ വരയ്ക്കുക. അതിനുശേഷം ആ 3 റെക്റ്റാങ്കിൾസ് എന്ത് ചെയ്യണം ഏരിയ കണ്ടുപിടിക്കുമാണ്. ഓക്കെ, look at this triangle. Okay, next 3 മെഷേഴ്സിൽ ഈ ട്രയാങ്കിൾ നോക്ക്. ഇതിൻ്റെ സൈഡ്സ് എങ്ങനെയാണ് 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 4.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഇതിലെ ഈ 2 സൈഡ്സുകൾ തമ്മിൽ എന്താ ബന്ധം? ഇതിൽ ഏറ്റവും വലിയ സൈഡാണ് 6 സെൻറ്റിമീറ്റർ, ഏറ്റവും ചെറുതാണ് എന്ത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെ പറയാം, ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് എന്താണ് ഡബിൾ ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ് അല്ലേ. ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ എന്താണ്
ഡബിൾ ആണ്, ഇതിൻ്റെ ഡബിൾ ആണ് ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി മിഡിൽ, അതായത് മീഡിയം സൈസ് വരുന്ന സൈഡാണ് 4.5. ഈ ഷോർട്ടസ്റ്റ് സൈഡും മീഡിയം സൈഡും തമ്മിൽ എന്താ ബന്ധം? 3ൻ്റെ എന്താണ് 4.5? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കുറേ പറഞ്ഞത് അല്ലേ, എന്തായിരുന്നു? 3ൻ്റെ 1/2 ടൈംസ് ആണ് എന്ത് വരിക? 4.5. അപ്പം ഇതെങ്ങനെയാണ്? ഹാഫും ഡബിളാണ്. ഇനി ഇത് തമ്മിൽ എന്താ ബന്ധം? 1/2 ടൈംസ് അല്ലെങ്കിൽ 3/2 ടൈംസ് ഓഫ് 3 ആണ് എന്ത് വരുന്നത്? 4.5. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടുത്തെ ലോങ്ങസ്റ്റ് സൈഡും ഇവിടുത്തെ മീഡിയം സൈസ്ഡ് സൈഡും തമ്മിലുള്ള ബന്ധം എന്താണ്? എങ്ങനെ നോക്കാം? In it, the longest side is double the shortest. The side of medium length is 1.5 times the shortest. അപ്പോൾ നമുക്ക് ആ റേഷ്യോ എങ്ങനെ വരാം? The lengths of the shorter and the longest sides are in the ratio 1:2. ഈ ഷോർട്ടർ സൈഡും ലോങ്ങസ്റ്റ് സൈഡും അല്ലെങ്കിൽ ലോങ്ങർ സൈഡും നമ്മുടെ റേഷ്യോ എന്താണ്? 1:2. The next, those of the shortest and the medium are in the ratio 2:3. അതായത് 1/2 ടൈംസ് ആണ്. 1/2 ടൈംസ് ആകുമ്പോൾ നമ്മൾ 1/2 എന്ന് എഴുതും. 1/2 എന്ന് എഴുതുമ്പോൾ എങ്ങനെ വരുന്നത്? 2:3 അല്ലേ? ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിത് കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് മാറ്റും. അപ്പോൾ റേഷ്യോ 2:3. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. ഇതും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 2:3 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലെങ്സ് ഓഫ് ദ മീഡിയം സൈഡ് ആൻഡ് ദ ലോങ്ങസ്റ്റ് സൈഡ്. ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടണം. അപ്പോൾ എന്താണ് അവിടുത്തെ ബന്ധം നോക്കാം? 4.5ഉം പിന്നെന്താണ് 6ഉം ആണുള്ളത് അല്ലേ? അപ്പോൾ ഇതൊരു എന്താണ്? ഡെസിമൽ നമ്പറാണ്, ഇതൊരു കൗണ്ടിങ് നമ്പറാണ്. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത്? വി ക്യാൻ സേ ദിസ് ഇൻ അനദർ വേ. ഇനി നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞതല്ലാതെ ഒന്ന് മാറ്റി പറഞ്ഞു നോക്കാം. ഇഫ് വി യൂസ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് 1.5 സെൻറ്റിമീറ്റർ, നമ്മളൊരു 1.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് എടുത്തിട്ടുണ്ടെങ്കിൽ ദ ഷോർട്ടസ്റ്റ് സൈഡ് ഈസ് 2, ദ മീഡിയം സൈഡ് ഈസ് 3 ആൻഡ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 4. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് എടുത്തിട്ടുണ്ടെങ്കിൽ 1.5 ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ ഈ 2 times 1.5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 3 സെൻറ്റിമീറ്റർ അല്ലേ? 3 times 1.5 ആണ് എന്ത്? 4.5 സെൻറ്റിമീറ്റർ. ഇനി 4 times 1.5 ആണ് 6 സെൻറ്റിമീറ്റർ. ഇങ്ങനെയല്ലേ വരിക? 2 times 3 times 4 times. അങ്ങനെയാണെങ്കിൽ this can be shortened by saying the sides are in the ratio എങ്ങനെ പറയാം? 2:3:4. 2:3:4. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ 2:3:4. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1:2ഉം 2:3 ആണ്. ദെൻ 2:3:4 ആണ് എന്ത് വരുന്നത്? സൈഡുകളുടെ റേഷ്യോ. അതായത് ഇവിടെ നോക്ക് നിങ്ങൾ 2:2 അല്ലേ? അപ്പോൾ ഇവിടെ 1:2 പെയറാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് വന്നു? 3 മെഷേഴ്സ് ട്രയാങ്കിളിലെ 3 സൈഡ്സുകളുടെ റേഷ്യോ ആണ് നമുക്ക് വന്നത് 2:3:4. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ട്രയാങ്കിൾ മാത്സ്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ വിത്ത് റേഷ്യോ ഓഫ് സൈഡ്സ് 2:3:4? 2:3:4. ഇപ്പോൾ നേരത്തെ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിരുന്നു. എന്തായിരുന്നു ഇതിൻ്റെ സൈഡ്സ്? 6, 3, 4.5 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ റേഷ്യോ കിട്ടിയിരുന്നു 2:3:4. 2:3:4 ഈ റേഷ്യോയിലാണ് കിട്ടിയിരുന്നത്. ഈ റേഷ്യോയിലുള്ള എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ദ ലെങ്സ് ഓഫ് സൈഡ്സ് ക്യാൻ ബി 2, 3, 4. എങ്ങനെയൊക്കെ വരാം? 2ഉം 3ഉം 4 ഉള്ള ട്രയാങ്കിൾ നമുക്ക് വരക്കാം അല്ലേ? 4, 2, 3. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണ് ട്രയാങ്കിൾസ് വരക്കുക, അതേപോലെ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ആവാനുള്ള കണ്ടീഷനൊക്കെ പറഞ്ഞിരുന്നു. ഓർമ്മല്ലേ? സൈഡ്സുകളുടെ സമ്മ് മൂന്നാമത്തെ സൈഡിനേക്കാളും കൂടുതലാവണം, അല്ലെങ്കിൽ മൂന്നാമത്തെ സൈഡ്
ഈ രണ്ട് സൈഡുകളുടെ സമ്മിനേക്കാളും എന്താവണം, കുറവാവണം. ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പം ഇവിടെ 2 to 3 to 4 എന്ന സൈഡ്സുകൾ അല്ലെങ്കിൽ ഈ റേഷ്യോയിൽ നമുക്ക് ട്രയാങ്കിൾ വരച്ചിട്ടില്ല. ട്രയാങ്കിൾ സൈഡ്സ് എന്താവാം, 2, 3, 4 ആവാം. ഇനി അല്ലെങ്കിൽ ഇപ്പം 2, 3, 4 ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, 1 സെൻറ്റിമീറ്റർ കൊടുക്കാം. അതേപോലെ ഇവിടെ 1.5 സെൻറ്റിമീറ്റർ കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കൊടുക്കാം അല്ലേ. 1ഉം 1.5ഉം 2ഉം യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ട്രയാങ്കിൾ വരക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ്സുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞത് എന്താ കിട്ടുക, 2 to 3 to 4. ഇനി വീണ്ടും അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സൈസ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരക്കാൻ പറ്റും. പിന്നെ ഇതിന് തൊട്ട് വലുതായിട്ട് നമ്മൾ നേരത്തെ വരച്ചെഴുതാം 6, ഇവിടെ 3ഉം പിന്നെ 4.5. ഇനി അതിനെ വീണ്ടും നമുക്ക് ഈ സൈഡ്സുകളുടെ ഒക്കെ ഡബിൾ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലോ 4, 6, 8. 4ഉം 6ഉം 8ഉം യൂസ് ചെയ്താലും എന്ത് കിട്ടും, ഈ റേഷ്യോ സൈഡ്സ് വരുന്ന ട്രയാങ്കിൾസ് കിട്ടും. അങ്ങനെ നമുക്ക് കുറേ ട്രയാങ്കിൾസ് എന്ത് ചെയ്യാം, വരക്കാൻ പറ്റും. കണ്ടീഷൻ എന്താ, 2 to 3 to 4. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തത് ഏതാ, ഹാഫ് എടുത്ത് വരച്ചു അല്ലേ. 2ൻ്റെ ഹാഫ് 1, 3ൻ്റെ ഹാഫ് 1.5, 4ൻ്റെ ഹാഫ് 2. ഇതിലോ ഈ തന്ന അതേ സൈഡ്സ് എടുത്തു. ഇനി ഇതിൻ്റെ നമ്മൾ നേരത്തെ 1.5 ടൈംസ് ഉള്ളത് നമ്മൾ ഓൾറെഡി വരച്ചു 3 മെഷേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ 4ഉം 6ഉം 8ഉം വരുന്ന ട്രയാങ്കിൾസ് വരക്കാം. അങ്ങനെ കുറേ ട്രയാങ്കിൾസ് നമുക്ക് ഈ റേഷ്യോയിൽ വരക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്. Thus we have several such triangles. In all these, what fraction of the perimeter is the shortest side and the side of the medium length the longest side? പെരിമീറ്ററിൻ്റെ എത്ര ഭാഗം ഷോർട്ടസ്റ്റ് സൈഡാണ്, മീഡിയം സൈഡാണ്, അതേപോലെ ലോങ്ങസ്റ്റ് സൈഡാണ്. അപ്പോൾ എങ്ങനെയാണ് അത് കാണുക, നമുക്ക് തന്ന റേഷ്യോ ഏതാ, 2 to 3 to 4. അപ്പോൾ 4 + 3 7, 7 + 2 9 ആണ്. ഇതിൽ 2/9 ഓഫ് ദ പെരിമീറ്റർ, പെരിമീറ്ററിൻ്റെ 2/9 ആണ് എന്ത് വരിക, ഷോർട്ടസ്റ്റ് സൈഡ് വരിക. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ പെരിമീറ്റർ ഈസ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. അപ്പോൾ 2/9 ഓഫ് ദ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ദ ഷോർട്ടസ്റ്റ് സൈഡ്. അതേപോലെ രണ്ടാമത്തെ ഏതാ, 3/9 ഓഫ് ദ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഏതാ, മീഡിയം സൈസ് വരുന്ന സൈഡ്, മീഡിയം സൈഡ്. നെക്സ്റ്റ് 4/9 ഓഫ് ദ പെരിമീറ്റർ ആണ് എന്ത്, ദ ലോങ്ങസ്റ്റ് സൈഡ്, ലോങ്ങസ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ റേഷ്യോ ആണ്. പിന്നെ നമ്മൾ അതിനെ ജസ്റ്റ് ആഡ് ചെയ്തു. ഈ സൈഡ്സ് ആണ് എടുക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഡെസിമൽ നമ്പർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റേഷ്യോനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലീസ്റ്റ് പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സിൽ. അപ്പോൾ 2 to 3 to 4 എടുക്കുമ്പോൾ പെരിമീറ്ററിൻ്റെ 2/9 ഏറ്റവും ചെറുത്, 3/9 സെക്കൻഡ് വരും, 4/9 എന്താണ്, 4 ആണ്. 4/9 എന്ത് വരും, അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ്. ഓക്കെ, the perimeter of a triangle is 80 centimeters and its sides are in the ratio 5 to 7 to 8. Can you compute the actual lengths of sides? ട്രയാങ്കിളിലെ പെരിമീറ്റർ 80 തന്നിട്ടുണ്ട്. 5, 7, 8 റേഷ്യോയിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 മെഷേഴ്സ് അല്ല അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 5, 7, 8 എടുത്തിട്ടുണ്ടെങ്കിൽ 5 + 7 12, 12 + 8 എന്താവും, 20 ആവും അല്ലേ. അപ്പോൾ സൈഡ്സുകൾ 5ഉം 7ഉം 8ഉം കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എന്താ വരിക, 20 വരും. 5 + 7 15 + 5 20. അതാണ് ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടുക. ഇനി നമുക്ക് വേണ്ട പെരിമീറ്റർ എന്താ, 80 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം, 4 times 20 ആണ് എന്ത് വരുന്നത്, 80. 4 times 20 ആണ് 80. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോ നമ്പേഴ്സും എടുക്കാം അല്ലേ. 4 times 5, 4 times 7, 4 times 8. ഇതെന്ത് കിട്ടും, 20. പിന്നെ 4 × 7 28, 4 × 8 32. ഓക്കെ, അപ്പോൾ സൈഡ്സ് 20 centimeters, 28 centimeters ആൻഡ് 32 centimeters ട്രയാങ്കിളിലെ സൈഡ്സ്.
20, 28, 32 centimeters. In next, what if the perimeter is 1 meter? ഇനി പെരിമീറ്റർ 1 meter ആയാൽ എങ്ങനെയാണ് ആ സൈഡ്സുകളുടെ ലെങ്ത് കണ്ടുപിടിക്കുക? 1 meter എന്ന് പറയുമ്പോൾ എന്താണത്? 1 meter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 centimeters ആണ്. അപ്പോൾ 80ക്ക് പകരം എന്ത് കൊടുത്താൽ മതി? 100 centimeters കൊടുത്താൽ മതി. ഓക്കെ, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. 9th ചാപ്റ്റർ. ഓക്കെ, ഏതായിരുന്നു ചാപ്റ്റർ? റേഷ്യോ. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.